നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വാല്യൂസ്, സാധാരണ നമ്മൾ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ ആണ് വെക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾ വെക്കണം, അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് വെക്കണം. അപ്പോൾ അത് നമ്മൾ ഡീൽ ചെയ്യണ ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ്. ഒബ്ജക്റ്റ് ലിറ്ററൽസ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കീ വാല്യൂ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി കാണിച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഒരു പേഴ്സണെ കുറിച്ചാണ് നമ്മൾ എഴുതണമെങ്കിൽ ഈ ബ്രേസിലാണ് നമ്മൾ എഴുതുക. ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കീ ഉണ്ട്. ഇപ്പോൾ ഒരു നെയിം എന്നുള്ളൊരു കീ ആണ്. അതിനൊരു വാല്യൂ എന്താണ്, ദിൽഷാദ് എന്ന് കൊടുത്ത് കോമ. ഇനി എന്താണ് അടുത്ത ദിൽഷാദിൻ്റെ ഏജ്. അവിടെ ഫുൾ കോളാണ്, ശ്രദ്ധിക്കണം, ഈക്വൽ ടു അല്ല അവിടെ വെച്ചിട്ടുള്ളത്, അവിടെ അസൈൻ ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യാന്നുള്ളത് സെമി കോളാണ്. ഏജ് എത്രയാണ്, ദിൽഷാദിൻ്റെ ഏജ് എത്ര, ഒരു 25 കൂട്ടാം നമുക്ക്. അതേപോലെ തന്നെ എന്താണ് പ്ലേസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ കൊടുക്കട്ടോ, കാലിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. അതായത് നമുക്ക് ഒരു പേഴ്സൺ എന്നുള്ള പേരിനുള്ളിൽ എന്തുണ്ട്, 3 കീ വാല്യൂസ് ഉണ്ട്. ഈ ഇതിന് പറയുന്ന പേരാണ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുക. അതായത് നെയിം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഏജ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, പ്ലേസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ കൺസോൾ ഡോട്ട് ലോഗിൽ പേഴ്സൺ ഡോട്ട് നെയിം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് വേറെ എടുക്കാം. അപ്പോൾ അത് മൾട്ടിപ്പിൾ സംഭവങ്ങൾ ഒന്നിൽ വരാം. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നോഡ് സ്പേസ് ഒബ്ജക്റ്റ് സാമ്പിൾ ഡോട്ട് ഉണ്ടോ, ദിൽഷാദ് വന്നു. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതിലോട്ട് സെപ്പറേറ്റ് വാല്യൂസ് വെക്കാൻ പറ്റും. അങ്ങനെ ഡോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, എടുക്കുക ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എന്താ പറയുക, ഇവിടെ ഏജ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ആണോ 25 മാത്രം വന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയാം നമ്മൾ. അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് വേറെ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ക്ലാസ് ഇല്ലേ, ഒബ്ജക്റ്റ് ഇല്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ പണ്ട് ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. ഇങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസ് എഴുതിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ള മോഡലായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അത് ES6 പുതിയ വേർഷൻ 2015 DCMA സ്ക്രിപ്റ്റ് റിലീസ് ചെയ്ത സമയത്താണ് പുതിയ ജാവാസ്ക്രിപ്റ്റ് വേർഷൻ 2015 വന്നപ്പോഴാണ് എന്ത് വന്നിട്ടുള്ളത്, ക്ലാസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യത്തെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കാം. വെച്ചാൽ പല പ്രോജക്റ്റുകളും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. അതുകൊണ്ടാണ് ഇത് പറയണത്. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ രീതി ക്ലാസ്സൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ജാവ പഠിച്ച ആൾക്കാർക്ക് എളുപ്പമുള്ള രീതിയാണ്. അപ്പോൾ ഇപ്പോൾ പേഴ്സൺ എന്നുള്ളത് ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഓരോ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഒരു എക്സ് ഇൻ പേഴ്സൺ എന്ന് കൊടുത്താൽ ലൂപ്പായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ നെയിം എടുക്കും. ഈ എക്സിൽ എന്താണെന്ന് വെച്ചാൽ, എക്സ് ഇൻ പേഴ്സൺ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഈ ഫസ്റ്റ് പാർട്ടിനെടുക്കും. എക്സിൽ എന്താണ്, നെയിമാണ് വരിക. നെയിം എന്ന് പറഞ്ഞാൽ ദിൽഷാദല്ല വരിക, നെയിമാണ് എക്സിൽ വരുന്നത്. പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എന്ത് എക്സ് മാത്രം പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നെയിം പ്രിൻ്റ് ചെയ്യും, പിന്നെ ഏജ് പ്രിൻ്റ് ചെയ്യും, പിന്നെ പ്ലേസ് പ്രിൻ്റ് ചെയ്യും. 3 പ്രോപ്പർട്ടീസും പ്രിൻ്റ് ചെയ്യും. ഉണ്ടോ, നെയിം, ഏജ്, പ്ലേസ്. 25 ഇവിടെ പ്രിൻ്റ് ചെയ്തതാണ്, പക്ഷേ ലൂപ്പിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു അതിനുള്ളിലത്തെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നായിരിക്കാം. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഉള്ളിലെ വാല്യൂസാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിങ്ങനെ ലൂപ്പായിട്ട് പോകാമെന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഒരു വലിയ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച പോലെ പേഴ്സൺ ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ്, ഇവിടെ പേഴ്സൺ ഓഫ് ഏജ് കൊടുത്തില്ല. അതേപോലെ ഇവിടെ നമ്മൾ ഓരോ പേര് വരുന്നുണ്ടല്ലോ. ആ പേഴ്സൺ ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് എന്ത് ചെയ്യാൻ നമുക്കായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. അതുണ്ടോ, ആ പേഴ്സൺ ഓഫ് എക്സ് എന്താണ്, ദിൽഷാദ്. അടുത്തെന്താ, ഏജ്, കാലിക്കറ്റ്. ആ 3 പിന്നെ താഴെയുള്ളൊരു ഏജും പ്രിൻ്റ് ആയിട്ടുണ്ട്. റിസൾട്ട് ശ്രദ്ധിച്ചോ.
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ലൂപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസ് പോകാൻ പറ്റും. ഡോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സൺ ഡോട്ട് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള വാല്യൂസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ പേഴ്സൺ ഡോട്ട് നെയിമിൽ നമുക്ക് വേറൊരു പേര് മാറ്റണം. പേഴ്സൺ ഡോട്ട് നെയിമിൽ നമുക്ക് എന്ത് ചെയ്യണം, അഭിനന്ദ് എന്നാക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനുള്ളത് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാല്യൂസ് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനുള്ളിൽ കുറേ ടൈപ്പ് ഓഫ് വാല്യൂസ് ഒരുമിച്ച് വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒബ്ജക്റ്റിനുള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നെയിം, ഏജ്, പ്ലേസ് എന്നൊക്കെയുള്ള രീതിയിൽ 3 വാല്യൂസൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രോപ്പർട്ടീസായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള മെത്തേഡ്സും ഉണ്ട്. മെത്തേഡ്സ് നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ കോമ ഇട്ടിട്ട് ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഡിസ്പ്ലേ എന്നാണ് നമ്മൾ പേര് എന്ന് വിചാരിക്കാം. ഡിസ്പ്ലേ ഫുൾ കോളൻ എന്ത് ചെയ്യുക, ഫങ്ഷൻ. ഒരു ഫങ്ഷൻ എഴുതണ എന്താ പറയുക, ഫങ്ഷൻ എഴുതാം നമുക്കവിടെ. ഫങ്ഷൻ ഇതിനുള്ളിൽ എന്ത് എഴുതുക, ഒരു console.log പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാം നമുക്ക്. പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നെയിം പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തെന്ന് വിചാരിച്ചു. അതായത് ഈ നെയിം ഉണ്ടല്ലോ, ദിൽഷാദ് എന്നുള്ള ഈ വാല്യൂ ഇതിനുള്ളിൽ തന്നെയുള്ളൂ. അപ്പോൾ നെയിം പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക. അത് വർക്കാവുമോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, പേഴ്സൺ ഡോട്ട് ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതായത് പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് കോൾ ചെയ്യണത്. ഇതിനെ കോൾ ചെയ്യുമ്പോൾ console.log പ്രിൻ്റ് ആവുക എന്നുള്ളത് നോക്കാം. എന്താണ്, എററാണ്, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ console.log നെയിം ഡിഫൈൻഡ് അല്ല എന്ന് പറയാണ്. അപ്പോഴാണ് അതിന് വേണ്ടിയിട്ട് ദിസ് ഡോട്ട് നെയിം വിളിച്ചാലേ അത് കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ദിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഈ ഒബ്ജക്റ്റ് ഡോട്ട് നെയിം വിളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടെയുള്ള ഈ ഒരു എന്താ പറയുക, ഈ പേഴ്സൺ എന്നുള്ള ഒബ്ജക്റ്റിനുള്ളിലുള്ള ഈ നെയിമിനെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്കൊരു വേരിയബിൾ വയ്ക്കാമല്ലോ, വാർ നെയിം എന്ന് വയ്ക്കാമല്ലോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നോർമലായിട്ട് എഴുതിയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ അബിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് വിളിച്ചാൽ നെയിം വെച്ചിട്ട് കിട്ടും. കണ്ടോ, അബി എന്നുള്ള പ്രിൻ്റ് ആയിട്ടുണ്ട് ഇവിടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഈ ദിൽഷാദിന്, അതായത് ഇത് കൺഫ്യൂഷൻ ഉണ്ടോ, താഴോട്ട് എഴുതണോ, നെയിം ഇത് കോമ ഏജ് 25 കോമ പ്ലേസ് കാലിക്കറ്റ് കോമ അടുത്ത ഒരു പ്രോപ്പർട്ടി എഴുതുന്ന പോലെ ഒരു മെത്തേഡ് ഡിസ്പ്ലേ ഫുൾ കോളൻ ഒരു ഫംഗ്ഷൻ എഴുതി അതിനുള്ളിൽ console.log നെയിം വിളിക്കുമ്പോൾ ഈ നെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കണം, ദിസ് ഡോട്ട് നെയിം. അപ്പോഴാണ് എന്ത് കിട്ടുക, ആ ഒബ്ജക്റ്റിൻ്റെ പേഴ്സൺ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ നെയിമിനെ കിട്ടുക. സാധാരണ ഇതിൽ നെയിം വിളിച്ചാൽ ഈ ഫംഗ്ഷനുള്ളിൽ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ അബി ഇവിടെ ഈ ഒരു വേരിയബിൾ ഇല്ലെങ്കിലോ അങ്ങനെ നെയിം ഇല്ല എന്ന് തന്നെ കാണിക്കും, ദിസ് ഡോട്ട് വിളിച്ചില്ലെങ്കിൽ. ദിസ് ഡോട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് എന്ത് വർക്കാവുക, ആ ഒബ്ജക്റ്റിൻ്റെ നെയിമിനെ കിട്ടുക. അപ്പോൾ ദിസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ ഒബ്ജക്റ്റിൽ അതിനെ ഐഡൻറ്റിഫൈ, ആ പ്രോപ്പർട്ടീസിനെ ഐഡൻറ്റിഫൈ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുക നമുക്ക്. ഇനി അതുപോലെ ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒബ്ജക്റ്റിൽ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, നമുക്ക് ഡിസ്പ്ലേ എന്നുള്ളൊരു മെത്തേഡും ഉണ്ട്. ഓക്കെ, ഇനി അതിലോട്ട് പുതിയൊരു കണ്ടൻറ്റ് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ പേഴ്സൺ ഡോട്ട് ദിൽഷാദിൻ്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം എന്നുള്ള രീതിയിലൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. പ്രോപ്പർട്ടി ആഡ് ചെയ്യാം, അതിനുള്ള വാല്യൂ വയ്ക്കാം. വാല്യൂ ഇപ്പോൾ എന്താ പറയുക, ദിൽഷാദിൻ്റെ ഡേറ്റ് ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല, 20. ദിൽഷാദിൻ്റെ ഡേറ്റ് എത്ര വയ്ക്കും, എന്തെങ്കിലും ആവട്ടെ, ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2000 ജനിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് DOB എന്നുള്ള രീതിയിലൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് പേഴ്സൺ തന്നെ പ്രിൻ്റ് ചെയ്ത് നോക്കാം, എന്തൊക്കെ വരിക നോക്കാം. കണ്ടോ, ദിൽഷാദ് DOB എന്നുള്ള രീതിയിൽ പുതിയൊരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ ഏജ് എന്നുള്ള രീതിയിലുള്ളൊരു മെത്തേഡിനെ നമുക്ക് അതിനുള്ളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ദിസ് ഡോട്ട് ഏജ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ ഏജ് എന്നുള്ള മെത്തേഡ് വിളിക്കാം. മനസ്സിലാവുണ്ടോ, പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ ഏജ് എന്നുള്ള, അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്, ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്, പുതിയൊരു മെത്തേഡും കൂടി ഒബ്ജക്റ്റിനുള്ളിലോട്ട് കയറ്റുകയാണ് നമ്മൾ.
അതിന് വേണ്ടിയാണ് പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ ഏജ് എന്നുള്ള പുതിയൊരു മെത്തേഡിൻ്റെ പേര് കൊടുത്തു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബ്രേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗിൽ ഒരു എന്തെങ്കിലും ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ദിസ് ഡോട്ട് ഏജ് ഈ ഒരു ഏജ് പ്രിൻറ്റ് ചെയ്യാനോ കൊടുത്തെന്നായിരിക്കാം. അപ്പോൾ പേഴ്സൺ ഡോട്ട് ഡിസ്പ്ലേ ഏജ് വിളിച്ച് കഴിഞ്ഞാൽ കണ്ടോ ലാസ്റ്റ് 25 പ്രിൻ്റ് ആയില്ലേ, വർക്കിംഗ് ആണ്. സോ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഓൾറെഡി ഉണ്ടാക്കിയ ഒബ്ജക്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടീസിനെയോ മെത്തേഡ്സിനെയോ പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ മനസ്സിലായത്. ആ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാര്യം സിമ്പിൾ കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പേഴ്സൺ എന്നുള്ള നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്ലാസ് ഒബ്ജക്റ്റൊക്കെ നമ്മൾ ജാവയിലൊക്കെ ക്ലാസ് ഒബ്ജക്റ്റ് പഠിച്ചപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാക്കും, അതിന് കുറേ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെ ക്ലാസ് ഒബ്ജക്റ്റൊക്കെ ഉണ്ട്, അത് പുതിയ വെർഷനിലുണ്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു പേഴ്സൺ എന്നുള്ള, ഇപ്പോൾ നെയിം ദിൽഷാദ്, ഏജ്, ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ഒബ്ജക്റ്റ്, പേഴ്സൺ ഒരു ഒറ്റ ഒബ്ജക്റ്റ് ഒന്ന് മാത്രമാണ്. അതിൽ നിന്നൊരു കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ വാല്യൂ വയ്ക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പോൾ എന്താണ്, പേഴ്സണിന് നെയിമിൽ പേര് മാറ്റിയിട്ട് പേര് മാറി, ആ പേഴ്സണിൽ മൊത്തമായിട്ടാണ് മാറുന്നത്. പേഴ്സൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വേറൊരു കോപ്പിയിൽ വേറൊരു കാര്യം, പേഴ്സൻ്റെ വേറെ കോപ്പി എടുത്തിട്ട് വേറൊരു കാര്യം, ആ രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്താ പറയുക, ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഒരു ബേസ് മോഡൽ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഓരോ കോപ്പി എടുത്തിട്ട് വല്ല ഒബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ലിറ്ററൽസ് എന്നുള്ള ഈ കൺസെപ്റ്റിൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിനുള്ളിൽ അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസും മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ കോപ്പി എടുത്തിട്ട് വേറെ വാല്യൂസ് വെച്ചിട്ട് മെമ്മറി സ്പേസ് ഒക്കെ വെച്ചിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറയും. ഒബ്ജക്റ്റ് കൺസ്ട്രക്ടറിൻ്റെ ഒരു സാമ്പിൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ പോലെ ഒരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുള്ളിലോട്ട് ഒരു നെയിം, ഏജ്, പ്ലേസ് ഇപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ പേഴ്സൺ നമ്മൾ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ദിസ് ഡോട്ട് നെയിം എന്ന് കുറിച്ചിട്ട് ആ നെയിം സെറ്റ് ചെയ്യുക. ദിസ് ഡോട്ട് ഏജ് സെറ്റ് ചെയ്യുക. ദിസ് ഡോട്ട് പ്ലേസ് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, ഇത്ര എഴുതിയപ്പോൾ എന്തായി, നെയിം എഴുതി, ഏജ് എഴുതി, പ്ലേസ് എഴുതി. അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ നെയിം എന്നുള്ളത് ഇവിടെ വരുന്ന ആർഗ്യുമെൻറ്റ് മാത്രമാണ്. അതായത് ഈ ഭാഗത്തുള്ള നെയിം, ഈ ഏജ്, ഈ പ്ലേസ് എന്നുള്ളത് ഇതൊരു ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണ രീതിയിൽ കാണുമ്പോൾ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. പക്ഷേ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകം മനസ്സിലാക്കേണ്ട, ഒരു ഫംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഫംഗ്ഷനിൽ നിന്ന്, ഒരു മെത്തേഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പറയുന്നത്, അതിനാണ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു ഫംഗ്ഷൻ ഒരു പേഴ്സൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള നെയിം വരുന്നുണ്ട്, ഒരു ഏജ് വരുന്നുണ്ട്, പ്ലേസ് വരുന്നത് ലോക്കലായിട്ട് വരുന്നുണ്ട്. അതിനുള്ളിൽ എന്ത്, ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ, ദിസ് ഡോട്ട് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിമിലോട്ട്, ഒബ്ജക്റ്റിൻ്റെ ഏജിലോട്ട്, ഒബ്ജക്റ്റിൻ്റെ പ്ലേസിലോട്ട് അതിനെ വെക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ മെത്തേഡ് എഴുതാം. ഡിസ്പ്ലേ എന്നുള്ളത് എഴുതി ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഒബ്ജക്റ്റ് ലിറ്ററൽസിൻ്റെ ഉള്ളിൽ എഴുതിയല്ല നമ്മൾ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാൻ പറ്റും. ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗിൽ എല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നെയിം ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം നല്ല വൃത്തിയായിട്ട്. ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യേണ്ടി വരും, ദിസ് ഡോട്ട് നെയിം കൊടുക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത എന്താണ്, ഏജ് എന്ത് പ്രിൻ്റ് ചെയ്യുക, ദിസ് ഡോട്ട് ഏജ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് വാല്യൂ ഇവിടെ നിർത്താം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം, അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു മെത്തേഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നെയിം, ഏജ്, പ്ലേസ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ദിസ് ഡോട്ട് നെയിമിലോട്ട്, ദിസ് ഡോട്ട് ഏജിലോട്ട്, ദിസ് ഡോട്ട് പ്ലേസിലോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് വിളിച്ച് എങ്ങോട്ട് പോകുന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എല്ലാവരും കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഇത് എന്താണിത്, കുറേ ഫംഗ്ഷൻ്റെ ഉള്ളിലും കൺസ്ട്രക്ടർ, ഒബ്ജക്റ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ പലർക്കും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ
ഇപ്പോൾ ഇതിൽ നെയിമിലോ ഏജിലോ പ്ലേസിലോ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും. നമ്മൾ നേരത്തെ ദിൽഷാദിനൊക്കെ ഒറ്റയടിക്ക് സെറ്റ് ചെയ്യുന്നത് ദിൽഷാദിനെ ഏജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനി ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ബേസ് മോഡൽ ഇപ്പോൾ ഉണ്ടാക്കി. നമ്മൾ പറഞ്ഞില്ലേ ചോക്കിൻ്റെയും അച്ചിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അതായത് ഇപ്പോൾ പേഴ്സൺ എന്നുള്ളത് എന്താണ് ഒരു ബേസ് മോഡൽ മാത്രമാണ്. ഇനി അതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഓരോ ഒബ്ജക്റ്റ് ദിൽഷാദിനെ ഒന്നുണ്ടാക്കുക. ദിൽഷാദ് ന്യൂ എന്നുള്ള കീവേഡ് ഇവിടെ യൂസ് ചെയ്യും. നമ്മൾ ജാവയിൽ യൂസ് ചെയ്ത ന്യൂ എന്നുള്ള കീവേഡ് നമ്മളിവിടെ യൂസ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ നമുക്ക് പാസ് ചെയ്യേണ്ടത്, ദിൽഷാദ് എന്നുള്ള നെയിമാണ്. ദിൽഷാദ് കോമ ഏജാണ് ഒരു 20 കോമ ഒരു പ്ലേസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അബീനെ ക്രിയേറ്റ് ചെയ്യാം. അബി ആസ് എ ന്യൂ പേഴ്സൺ, അതായത് മൾട്ടിപ്പിൾ എന്താണ് ആ ഒരു ബേസ് മോഡൽ മൾട്ടിപ്പിൾ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് അഭിനന്ദ് 20, ചെറിയ പിള്ളേരാ. അഭിനന്ദിൻ്റെ വീട് എവിടെയായിരുന്നു? കുന്നമംഗലം. ഓക്കെ, കുന്നമംഗലം. അപ്പോൾ കാലിക്കറ്റുള്ള സ്ഥലമാണ് കുന്നമംഗലം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എന്താണ് ഒരു കോപ്പി ഉണ്ടാക്കി പേഴ്സൺ എന്നുള്ള ഒരു കൺസ്ട്രക്ടർ ഒബ്ജക്റ്റിന് ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഒരു ഒബ്ജക്റ്റ് ദിൽഷാദ് എന്നുള്ളത് അബി എന്നുള്ളത് അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ഉണ്ടാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദിൽഷാദ് ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വിളിക്കാം. അത് വിളിച്ചാൽ എന്ത് വർക്ക് ചെയ്യുന്നു, അബി ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ളതും വിളിക്കാം. ഓക്കെ, നോഡ് സ്പേസ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ ഡോട്ട് ജെഎസ് കണ്ടോ. നെയിമും ദിൽഷാദ് ഏജ് 20, നെയിം അഭിനന്ദ് ഏജ് 20. എവിടുന്നാണ് വർക്കായത്, ഇവിടുന്നാണ് വർക്കാവുന്നത് ഉണ്ടോ. രണ്ടിൻ്റെ ഡിസ്പ്ലേയിലും എന്താണ്, 2 ഡിഫറെൻറ്റ് വാല്യൂ കീപ്പ് ചെയ്യണം, ഡിഫറെൻറ്റ് മെമ്മറി സ്പേസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ബേസ് മോഡൽ അതിൽ നിന്നൊരു കോപ്പി എടുത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റ് ലിറ്ററൽസിനെ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഒബ്ജക്റ്റ് കൺസ്ട്രക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ്. ഒരു ഫംഗ്ഷൻ പോലെ എഴുതുക, അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻസ് എഴുതുക. ഇതിന് പ്രത്യേകതയാണ് ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് കൂടി ഉള്ളതിൻ്റെ പേരിൽ ഫംഗ്ഷനുള്ളിൽ ഫംഗ്ഷൻ എഴുതുക, ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഫുള്ള് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റസ്റ്റ് വെർഷനിൽ മാത്രമാണ് ക്ലാസ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവം വന്നത്. ഈ രീതിയിലാണ് ബേസ് എന്താ പറയുക, ഒരു ബേസ് മോഡലും അതിൽ നിന്ന് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടേഴ്സിന് അതായത് ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് നേരത്തെ പോലെ തന്നെ നമുക്കിനി പ്രോപ്പർട്ടീസ് ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, മെത്തേഡ്സിനെ ആഡ് ചെയ്യണം. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ദിൽഷാദ് ഡോട്ട് ഒരു പുതിയൊരു പ്രോപ്പർട്ടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടി അതിലോട്ട് വരും. അതുപോലെ ഒരു മെത്തേഡും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ ദിൽഷാദ് ഡോട്ട് ഇന്ന മെത്തേഡ് അസൈൻ ഫംഗ്ഷൻ ഓഫ് എന്ന് എഴുതിയിട്ട് ആ രീതിയിൽ എഴുതി വയ്ക്കാൻ പറ്റും. അങ്ങനെ പുതിയ മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനൊരു പ്രത്യേകത എന്താണ്, ഫുള്ള് അങ്ങോട്ട് ഫ്രീഡം തന്നിരിക്കുക, എന്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലോട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കോപ്പിംഗ് ഒക്കെ സെപ്പറേറ്റ് വെക്കുന്നതാണ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടേഴ്സ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്പറും നമ്മളതേപോലെ ബൂളിയനും ഒക്കെ സ്ട്രിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ നമ്മൾ ബേസിക് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലായിരുന്നു, യെസ്, ന്യൂ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ന്യൂ നമ്പർ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ടറാണെന്ന് മനസ്സിലായി, നമ്പർ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ 10 പാസ് ചെയ്തത്, നം കിട്ടി. നം ഡോട്ട് പല മെത്തേഡ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഡേറ്റ്. ഇപ്പോൾ ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെച്ചാൽ എല്ലാ പ്രൊജക്റ്റിനും നമുക്ക് എന്താണ്, എന്തൊരു സാധനം വന്നാലും എന്തൊരു പ്രൊഡക്റ്റ് വന്നാലും അത് പോയാലൊക്കെ ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുക, ഒരു ന്യൂ ഡേറ്റ് എന്നുള്ള ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ ഉണ്ട്. അതിലിപ്പോൾ നമുക്കൊരു ഡേറ്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 10 മാർച്ച് 20
19 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡി ഡോട്ട് ഗെറ്റ് ഡേറ്റ്, ഗെറ്റ് ഡേ എന്നൊക്കെ, ഗെറ്റ് ടൈം പലതും പ്രിൻ്റ് ചെയ്യാം. ഗെറ്റ് ഡേറ്റ് നോക്കട്ടെ, 10 കറക്റ്റ് അല്ലേ? ഗെറ്റ് ഡേറ്റ് എടുത്തപ്പോൾ 10 ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഡേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഏത് ഡേ എന്ന് മനസ്സിലാക്കി, ഏത് ഇയറാന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഗെറ്റ് ഡേറ്റ്, അതേപോലെ ഗെറ്റ് മന്ത്, ടൈമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഗെറ്റ് ടൈം, ഗെറ്റ് അവേഴ്സ്, ഗെറ്റ് ഫുൾ ഇയർ, ഗെറ്റ് UTC മന്ത്സ്, ഗെറ്റ് ഫുൾ ഇയർ, ഗെറ്റ് ദിസ് ഇയർ ലോക്കൽ ടൈം. എന്താ നോക്കാം നമുക്ക്. 2019 വന്ന്. ഇപ്പോൾ ഡേറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടറാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റിലോട്ട് ഇങ്ങനെ വാല്യൂ സെറ്റ് ചെയ്യും. പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബ്രൗസർ എടുത്തിട്ട് ഡേറ്റിൻ്റെ ട്യൂട്ടോറിയൽ എവിടെ നോക്കും. ഇപ്പോൾ ഡേറ്റ്, നിങ്ങൾ ഡേറ്റ് ജാവാസ്ക്രിപ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മതി. ന്യൂ ഡേറ്റ്, ഡേറ്റിൽ ഇങ്ങനെ സെറ്റ് കോമ ഇട്ടിട്ട് നമുക്ക് ഡേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു ഡേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതേപോലെ ഡേറ്റ് ഒബ്ജക്റ്റുകൾ പല രീതിയിൽ ഉണ്ടാക്കാം. ടൈം അടക്കം അതൊക്കെ ഉണ്ടാണോ, ടൈം അടക്കം നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് ഡേറ്റ് ഒബ്ജക്റ്റുകൾ. ഇതെന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരാളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഡേറ്റ് നമ്മളടുത്ത് ഉണ്ടാവും. അത് ഈ ഡേറ്റ് ഒബ്ജക്റ്റിലോട്ട് വയ്ക്കും. എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് വേറൊരു ഒബ്ജക്റ്റിൽ വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് തമ്മിൽ മൈനസ് എത്ര ദിവസം മുന്നെയാണ് അയാൾ ഓർഡർ ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ട്രിക്കുകളുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ഡേറ്റ് ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സെപ്ഷൻ നോക്കാം. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജാവയിൽ ചെയ്ത പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ട്രൈ ബ്ലോക്ക്, ക്യാച്ച് ബ്ലോക്ക് ഒക്കെ തന്നെയാണ്. ഇതിലും സെയിം തന്നെയാണ്. ഇപ്പോൾ ട്രൈ എന്ന് എഴുതുക, ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ളിൽ നമ്മൾ കോഡ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ക്യാച്ച് ബ്ലോക്ക്, ഇതിനുള്ളിൽ എറർ ഒബ്ജക്റ്റോ എന്തെങ്കിലും ഉണ്ടാവും. കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ എറർ ഒബ്ജക്റ്റിനെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താവും, ട്രൈ ബ്ലോക്കിൽ വരാനുള്ള ഒരു എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സെപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എറർ ഒബ്ജക്റ്റിൽ അത് വന്നോളും. ഓക്കെ, അതുപോലെ ഇതിൽ എക്സ്ട്രാ നമ്മൾ ജാവയിൽ പറഞ്ഞ പോലെ തന്നെ ഫൈനലി എന്നുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. അത് ക്യാച്ച് ട്രൈ വർക്ക് ചെയ്താലും ക്യാച്ച് വർക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന, എന്ത് വന്നാലും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി ബ്ലോക്കിലാണ് എഴുതി വയ്ക്കുക. വളരെ സിമ്പിൾ കാര്യങ്ങളാണത്, സെയിം സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് ഒറ്റ കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. ത്രോ എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, യൂസർ നോട്ട് ഫൗണ്ട്, ഓക്കെ എന്നുള്ള രീതിയിൽ ത്രോ എഴുതുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കേസ്, ഇവിടെ ഒരു കേസ്, ഇപ്പോൾ ഒരു ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത്, ഇപ്പോൾ A0 ആണെന്ന് ചെക്ക് ചെയ്ത് നമ്മൾ A0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ത്രോ യൂസർ നോട്ട് ഫൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വർക്ക് ചെയ്യും, ഈ ക്യാച്ചിലോട്ട് പോയിക്കോളും. അതായത് നമുക്കൊരു എക്സെപ്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോ യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു മെസ്സേജായിട്ട് ഈ എററിൽ ഇത് വന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ, ഈ 4 വേർഡുകൾ ആലോചിക്കുക. ട്രൈ എന്നുള്ളത് നമ്മൾ സാധാരണ എഴുതുന്ന കോഡ്, ക്യാച്ച് എന്നുള്ളത് അവിടെ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ കോൾ ചെയ്യണ സ്ഥലം, ഫൈനലി എന്നുള്ളത് ട്രൈ വർക്ക് ചെയ്താലും ക്യാച്ച് വർക്ക് ചെയ്താലും വർക്ക് ചെയ്യണ സ്ഥലം, ത്രോ എന്നുള്ളതോ മാനുവലായിട്ട് നമുക്കൊരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റണം. ഈഫ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇന്നൊരു സാധനം ആണെങ്കിൽ അതൊരു എക്സെപ്ഷനിലോട്ട് ക്യാച്ച് ബ്ലോക്കിലോട്ട് സെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ത്രോ യൂസ് ചെയ്യണം. അത്രയും 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രൈ, ക്യാച്ചും, അതായത് എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. വളരെ സിമ്പിൾ കൺസെപ്റ്റ്. നമ്മളെ ജാവയുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എറർ എക്സെപ്ഷനൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാച്ച് ചെയ്താൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു സംഭവം കൊണ്ട് ഈ ഒരു എക്സെപ്ഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ജാവസിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ES6 ഒക്കെ വെച്ചിട്ടുള്ള, അതായത് നമ്മൾ ക്ലാസ്സൊക്കെ രീതിയിൽ അങ്ങനെ കുറച്ച് നമ്മൾ ആരോ ഫങ്ഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ പഴയ മോഡലിലുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം.